Hello children, we were in the chapter Thunder and Anansi. So let us continue the story. So far what did we understand? We understood that there was a famine in Anansi's place and there was no food for anybody. So Anansi was gazing out into the sea and he saw an island in the sea with a tall palm tree. So he tried to go there and he went there in a boat, and then he climbed the tree and he plucked the nuts, and he dropped it into the boat, but nothing fell into the boat and everything fell into the sea. So he was very desperate, he felt very bad, and he too jumped into the water and he got in front of Thunder's cottage. And he told all the story to Thunder. Thunder was very sympathetic and gave Anansi a magic pot. So from this magic pot, Anansi could get a good meal. Every time he was hungry, he could ask the pot to give him a good meal. But Anansi was greedy. He did not want to share the pot with his family. So he hid the pot from his family. Now we'll read. Anansi's family became weak and got thinner and thinner. അപ്പം അനാൻസിയുടെ ഫാമിലി ഭക്ഷണമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർ വീക്കായി, അവർ ക്ഷീണിച്ചിട്ട് മെലിഞ്ഞു പോയി. ബട്ട് ഹീ ഗ്രൂ പ്ലംപർ ബൈ ദ ഡേ. ബട്ട് അനാൻസി മെലിഞ്ഞില്ല, ഹീ ബിക്കേം പ്ലംപർ. പ്ലംപർ എന്ന് വണ്ണം വെച്ചു. പ്ലംപർ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? സ്ലൈറ്റ്ലി ഫാറ്റർ. അപ്പോൾ വണ്ണം വെച്ച് വരുമായിരുന്നു. ദേ ബിഗാൻ ടു സസ്പെക്ട് ദാറ്റ് Anansi was eating something nutritious secretly without sharing that with them. അപ്പോൾ അവർക്ക് സംശയം തോന്നി. സസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്നാണ്? സംശയം തോന്നുവാന്ന്. So let us read the meaning of suspect here. To have an idea that something is probably true but without having definite proof. Proof ഇല്ല, പക്ഷെ അവർക്കൊരു സംശയമാണ്, എന്തോ കഴിക്കുന്നുണ്ട്, നമുക്ക് തരാതെ എന്തോ കഴിക്കുന്നുണ്ടെന്ന്. They decided to find out. അപ്പോൾ അവരിത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. Anansi's eldest son, Kweketsin, had the power of changing himself into any form he chose. അപ്പോൾ അനാൻസിയുടെ മൂത്ത മോന് ക്വെക്കെറ്റ്സൻ എന്ന് പറഞ്ഞ ഈ മൂത്ത മോന് ഏത് ഫോമിൽ വേണേലും ചേഞ്ച് ചെയ്യാം, വേറെ എന്തെങ്കിലും ആയിട്ട് മാറാം അവരുടെ ശരീരത്തിന്. അപ്പോൾ അങ്ങനത്തെ ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പം ഈ കൊച്ച് ഓർത്തു, ഞാൻ കണ്ടുപിടിക്കാമെന്ന് ഓർത്തു. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നില്ലേ, അനാൻസി വേറെ കഥകളിലൊക്കെ സ്പൈഡറായിട്ട് ഡിസ്ഗൈസ് ചെയ്യും. അതുപോലെ ഈ മോന് ഒരു കഴിവുണ്ട്. ഹി ചേഞ്ച് ഹിംസെൽഫ് ഇൻ ടു എ ടൈനി ഫ്ലൈ ആൻഡ് അക്കമ്പനീഡ് ഹിസ് ഫാദർ എവ്രിവെയർ. അപ്പോൾ വാട്ട് ഇസ് മീനിങ് ഓഫ് അക്കമ്പനീഡ്? കൂടെ പോവുക. സോ അക്കമ്പനീഡ് വെൻറ്റ് വിത്ത്. സോ വാട്ട് ഡിഡ് ദിസ് ബോയ് ഡു? ഹി ചേഞ്ച് ഹിംസെൽഫ് ഇൻ ടു എ ടൈനി ഫ്ലൈ. ഒരു കുഞ്ഞ് ഈച്ചേനെ പോലെ ആയിട്ട്, സീൻ ദ പിക്ചർ ഓൾസോ യു ക്യാൻ സീ, ഒരു കുഞ്ഞ് ഈച്ചേനെ പോലെ ആയിട്ട് ഈ ഫാദർ പോയി എവിടെയൊക്കെ പോയി അവിടെ കൂടെ പോയി. One day, Anansi entered his room and closed the door. ഒരു ദിവസം അനാൻസി റൂമിൽ കയറിയിട്ട് വാതിലടിച്ചു. Kweketsin managed to slip inside. അപ്പോൾ ഈ മോനും അകത്ത് കയറി. He saw Anansi take the pot and have a fine meal. അപ്പോൾ അനാൻസി പോട്ട് എടുത്തിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന കണ്ടു. Having placed the pot back in its hiding place after the meal, Anansi went out. അല്ലേ, അനാൻസി എന്ത് ഗ്രീഡിയല്ലേ, എന്ത് പാവം തോന്നുമായിരിക്കും അല്ലേ. അപ്പം ബാക്കി മോന് കാണുമ്പം വിഷമം തോന്നുമായിരിക്കും അല്ലേ. പിന്നെ ഇതും അനാൻസി ഭക്ഷണം കഴിച്ചേച്ചും പോട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചേച്ചും അങ്ങ് പുറത്തോട്ട് പോയി. As soon as Anansi was out of sight, Kweketsin took out the pot. Anansi മറിഞ്ഞു പോയപ്പോൾ ഹി വാസ് നോട്ട് ഇൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ കാണത്തില്ല, അവൻ പോയില്ലേ പുറത്തോട്ട്. സോ ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് വിസിബിൾ എനിമോർ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ക്വെക്കെറ്റ്സിങ് എന്ത് ചെയ്തു? ആ പോട്ട് പുറത്തെടുത്തു. ഓർഡേർഡ് ഇറ്റ് ടു പ്രിപ്പയർ ഫുഡ് ആൻഡ് കോൾഡ് ഓൾ ഹിസ് ഹംഗ്രി ഫാമിലി. എന്നിട്ട് ആ പോട്ടിനോട് ഓർഡർ ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കാൻ ഓർഡർ ചെയ്തിട്ട് ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. They enjoyed a tasty filling meal. അവരെന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു. When they had finished, Anansi's wife said that she would take the pot to the village and give everybody a meal. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനാൻസിയുടെ വൈഫ് പറഞ്ഞു, ഞാൻ ഈ പോട്ട് വില്ലേജിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. This she did, but alas, in preparing so much food at one time,
The pot grew too hot and melted away. പക്ഷെ എന്ത് പറ്റിയ അലാസ്, നമ്മൾ നേരത്തെയും കേട്ടില്ലായിരുന്നു അലാസ്, അയ്യോ ഇങ്ങനെ സംഭവിച്ചു, അയ്യോ എന്ന് നമ്മൾ പറയുന്ന പോലെ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി, ഈ ഒത്തിരി ഫുഡ് ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്തില്ലേ, ഒരാൾക്കോ 2 പേർക്കോ ഉള്ള ഫുഡല്ല, ഈ വില്ലേജിന് മൊത്തമുള്ള ഫുഡ് ഈ പോട്ടങ്ങ് ഉണ്ടാക്കിയപ്പോഴത്തേനും അതങ്ങ് ഉരുകിപ്പോയി. ആ പോട്ട് മെൽറ്റായിപ്പോയി, ഉരുകിപ്പോയി കേട്ടോ. വാട്ട് വാസ് ടു ബി ഡൺ നൗ? യു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അനാൻസി വുഡ് ബി വെരി ആംഗ്രി. നാൻസിക്ക് ദേഷ്യം വരും അല്ലേ. ഹിസ് വൈഫ് forbade everyone to mention the pot. Forbade, what's meaning of forbade? Ordered not to do something. എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊന്നും പറയരുത് കേട്ടോ, ആരും പറയരുത്, ഈ പോട്ടിനെ പറ്റി ഒന്നും മെൻഷൻ, നമ്മളിങ്ങനെ ചെയ്തെന്നൊന്നും അനാൻസി വരുമ്പം പറയരുതെന്ന് പറഞ്ഞു. Anansi returned home and as usual went into his room. Anansi തിരിച്ചു വന്നിട്ട് സാധാരണ പോലെ തന്നെ റൂമിലോട്ട് പോയി. He searched for the pot, but it was not there. പോട്ട് സെർച്ച് ചെയ്തു, പക്ഷെ അവിടെ അങ്ങ് ഇല്ല. Someone must have discovered it. ആരാണ്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. He thought, ഞാൻ ആലോചിച്ചു. He suspected his family to be the culprits. ഫാമിലിയിൽ ആരെങ്കിലും തന്നെയായിരിക്കും. കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്? പേഴ്സൺ who have done something wrong or against the law. ഈ തെറ്റ്, ഈ കള്ളത്തരം കാണിച്ച ഫാമിലിയിൽ ആരെങ്കിലും തന്നെ ആയിരിക്കുമെന്ന്. ആൻഡ് ഡിസൈഡഡ് ടു പണിഷ് ദം, എന്നിട്ട് അവരെ പണിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് ഹി സെഡ് നത്തിങ് ടു എനി വൺ അബൌട്ട് ദി മാറ്റർ ആൻഡ് വെയിറ്റഡ് ടിൽ മോർണിംഗ്. പക്ഷെ അതിനെപ്പറ്റി ആരോടും ഒന്നും പറയാതെ രാവിലെ ആവുന്നവരെ വെയിറ്റ് ചെയ്തു. ഓക്കെ, വിൽ സി വാട്ട് ഹാപ്പൻ ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഓക്കെ, as soon as it was morning, he started off from the shore where the old boat lay. രാവിലെ ആയപ്പോൾ തന്നെ ഓൾഡ് ബോട്ട് എവിടെയാണെന്നുള്ള അങ്ങോട്ട് പോയി. നമ്മൾ അറിയാലോ, തുടക്കത്തിൽ ഇൻ ദ ബിഗിനിങ് ഹി ഹാഡ് ഗോൺ ടു ദ ഷോർ, isn't it, to in a boat. There he went. He got into the boat which started off its own accord and took him to the palm tree. അപ്പോൾ ആ ബോട്ടിലോട്ട് പോയിട്ട് ആ ബോട്ട് കയറിയപ്പം ഓഫ് ഇറ്റ്സ് ഓൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്നാണ്? സി, വിത്തൗട്ട് ബീങ് ആസ്ഡ്, ഫോഴ്സ്ഡ് ഓർ ഹെൽപ്ഡ്, ബൈ ഇറ്റ് സെൽഫ്. തന്നെത്താനെ ബോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം 6 times he tried and only the 7th time he was able to go to the island, isn't it? This time തന്നെ അങ്ങ് പോയി. boat just went by itself. Anansi tied the boat to the tree and climbed the tree. Anansi ഈ പ്രാവശ്യം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ടൈ ചെയ്തു. ബോട്ടിനെ ട്രീയിലോട്ട് ടൈ ചെയ്തിട്ട് ട്രീയുടെ മേളിലോട്ട് കയറി. ദിസ് ടൈം വെൻ ഹി എയിം ദ നട്ട്സ് അറ്റ് ദ ബോട്ട് ദേ ഫെൽ ഇൻ ടു ഇറ്റ്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റി? കഴിഞ്ഞ പ്രാവശ്യം നട്ടൊക്കെ ബോട്ടിലോട്ട് എറിഞ്ഞപ്പോൾ ഒന്നുപോലും ബോട്ട് വന്നില്ല, എല്ലാം പുറത്തു പോയായിരുന്നു. ഈ പ്രാവശ്യം അതിനെ നട്ട് എയിം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ബോട്ടിൻ്റെ അകത്ത് തന്നെ വീണു. ഹി ഗോട്ട് ഡൗൺ ത്രൂ ദ നട്ട്സ് ഇൻ ടു ദി വാട്ടർ ആൻഡ് ജംപ്ഡ് ആഫ്റ്റർ ദം. അപ്പോൾ എന്നാ ചെയ്തു അനാൻസി? ഈ ബോട്ട് വീണ നട്ടെല്ലാം എടുത്ത് പിന്നെ വെള്ളത്തിനകത്തോട്ട് ഇട്ടു, എല്ലാം എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് വെള്ളത്തിനകത്തോട്ട് ചാടി, മനഃപൂർവ്വം ചാടി കേട്ടോ. അഗെയിൻ ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് തണ്ടേഴ്സ് കോട്ടേജ്. പിന്നെയും ഈ തണ്ടറിൻ്റെ കോട്ടേജിൻ്റെ മുന്നിൽ തന്നെ വന്നെത്തി. ഹി ടോൾഡ് ഹിസ് സ്റ്റോറി ടു തണ്ടർ. എന്നിട്ട് തണ്ടറിനോട് സ്റ്റോറിയൊക്കെ പറഞ്ഞു. ആൻഡ് തണ്ടർ സീം ടു ഷോ ദ സെയിം സിമ്പത്തി. ഈ പ്രാവശ്യവും തണ്ടർ അയ്യോ പാവം, ഭയങ്കര പാവം തോന്നി ഈ അനാൻസിയോട്. സെയിം സിമ്പത്തി കാണിച്ചു, കാരണം അതുപോലെ തന്നെ കാണിച്ചു. ദിസ് ടൈം ഹി പ്രസൻറ്റഡ് അനാൻസി വിത്ത് എ സ്റ്റിക്ക്. പക്ഷേ ഈ പ്രാവശ്യം പോട്ടല്ല കൊടുത്ത്, ഒരു സ്റ്റിക്ക് കൊടുത്തു തണ്ടർ ഈ പ്രാവശ്യം. അനാൻസി വാസ് വെരി ഈഗർ ടു ട്രൈ ദ മാജിക് പ്രോപ്പർട്ടി ഓഫ് ഹിസ് ന്യൂ ഗിഫ്റ്റ്. അനാൻസി നല്ല പുതിയ ഗിഫ്റ്റാണല്ലോ, ഒരു സ്റ്റിക്കൊക്കെയാണല്ലോ കിട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ പ്രോപ്പർട്ടി, ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. സോ ഹി സ്വാം ബാക്ക് ടു ദ ബോട്ട് വെരി ഫാസ്റ്റ്. അങ്ങോട്ട് എളുപ്പം നീന്തി ആ ബോട്ടിലോട്ട് കയറി എളുപ്പം പോയി. Stick, stick, Anansi said, do for me what you used to do for your master. അപ്പോൾ Anansi, what did he say to the stick? Told the stick, 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 do for me what you used to do. എനിക്ക് വേണ്ടി നീ നിൻ്റെ മാസ്റ്ററിന് വേണ്ടി എന്താണെന്നാ ചെയ്തുകൊണ്ടിരുന്നത്, അത് നീ എനിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. As soon as Anansi said that, the stick began to beat him so severely that he had to jump into the water and swim ashore. ഇത് പറഞ്ഞ ഉടനെ ഈ സ്റ്റിക്ക് എന്നാ ചെയ്തു? അടിക്കാൻ തുടങ്ങി. അനാൻസിനെ നല്ല അടി വെച്ച് കൊടുത്തു. ഈ അടി കൊണ്ടിട്ട് ഈ അനാൻസി എന്ത് ചെയ്തു?
ചാടി, he jumped into the വെള്ളത്തിൻ്റെ അകത്തോട്ട് ചാടി and he began to swim ashore. What is the meaning of ashore? Towards or into the land, having come from an area or water such as the sea or a river. Ashore, ലാൻഡിലോട്ട് നീന്താൻ തുടങ്ങി. ലീവിങ് ദ ബോട്ട് ആൻഡ് ദ സ്റ്റിക്ക് ടു ഡ്രിഫ്റ്റ് അവേ. ഈ ബോട്ടും സ്റ്റിക്കും ഇങ്ങനെ ഒഴുകിപ്പോയി, അതങ്ങ് ഒഴുകിപ്പോയി. എന്നിട്ട് അവൻ സ്വിമ്മ് ചെയ്ത് അക്കരയ്ക്കങ്ങ് പോയി. He returned home complaining about his bruises and wishing he had acted more wisely from the beginning. What's the meaning of bruises? Bruises എന്ന് പറഞ്ഞാൽ എന്നാണ്? ബ്ലൂ, ബ്രൗൺ, ഈ അടി ഉള്ളുമ്പം നമുക്ക് നീലച്ചും ചുമന്നും ഒക്കെ പാടുകൾ വരുകയല്ലേ, അതിനാ പറയുന്നത് ബ്രൂസസ്. അതിൽ ഐ സൈലൻ്റ് ആട്ടോ. അപ്പോൾ യു കോൾ ഇറ്റ് ബ്രൂസസ്. അതാണ് ബ്രൂസസ്. എന്താണ്? ബ്ലൂ, ബ്രൗൺ ഓർ പേർപ്പിൾ മാർക്സ് ദാറ്റ് അപ്പിയർ ഓൺ ദ സ്കിൻ ആഫ്റ്റർ സംബഡി ഹാസ് ഫോളൻ ഓർ ബീൻ ഹിറ്റ്. നമ്മൾ വീഴുമ്പം ചിലപ്പോൾ ആ പാട് വരും, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചാൽ ആ പാട് വരും അല്ലേ. അപ്പോൾ ആ പാടിനെ പറ്റിയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാൻ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഇഫ് ഐ ആക്റ്റഡ് മോർ വൈസ്ലി ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിലെ മുതലേ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട്, കുറച്ചുകൂടെ ബാക്കിയുള്ളവരോട് അനുകമ്പ കാണിച്ച്, ബാക്കിയുള്ളവരോട് സ്നേഹം കാണിച്ചിട്ട്, ഇത്ര ഗ്രീഡി അല്ലാതെ എല്ലാവരോടും ഷെയർ ചെയ്ത് നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഐ വുഡ്ന്റ് ഹാവ് ഹാഡ് ഓൾ ദിസ് പ്രോബ്ലം. So he realized his mistake. So that is the story.